ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പണി എന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിംഗ് ആണെന്ന് ശരിയാക്കാൻ പോകണം. ഇന്നും മൈൻക്രാഫ്റ്റാണ് ഗായ്സ് നമ്മൾ കളിക്കുന്നത്. ഞാൻ മൈൻക്രാഫ്റ്റ് മാത്രമല്ല ഗായ്സ് കളിക്കുന്നത്, വേറെ ഗെയിം കളിക്കും. പക്ഷേ ഇന്ന് മൈൻക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ വെച്ചു. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ആളുടെ പണിയിലോട്ട് കിടക്കാം. ഗായ്സ്, ഞാനപ്പോൾ ഇവിടെ വില്ലേജർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ റെയിൽ വെച്ച് ഇവിടെ നിന്ന് പവർ വെച്ച് ആക്കി ഈ വില്ലേജറിനെ പുറത്തിറക്കാൻ രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരാളെ പുറത്താക്കിയിട്ട് ഈ ബ്ലോക്ക് വെച്ചിട്ട് ബ്ലോക്ക് ആക്കിയ ചിലപ്പോ പോയിരിക്കും. പിന്നെ ഈ ബോട്ടിലിരിക്കണ വില്ലേജറൊക്കെ ഉണ്ടാകും. ഇതിനാണെങ്കിൽ എന്താ പറഞ്ഞൂടെ, ഇവിടെന്ന് എങ്ങനെ ചാടി ഇങ്ങനെ അറിഞ്ഞൂടാ. എന്നിട്ട് ആളെ കിട്ടിയിട്ട് ഞാൻ ബോട്ടിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ വെച്ചത് ഇവിടെ ബെഡ് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് ബെഡൊക്കെ ഉണ്ട്. പിന്നെ വർക്ക് സ്റ്റേഷൻ വെച്ച് ഈ വില്ലേജറെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇതാണ് ഈ പരിപാടി. അപ്പൊ ഞാൻ ഈ റെയിലില്ലേ, ഈ റെയില് അവിടെയായിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ഹാളിൽ ആയിരുന്നത്. അവിടെ വരെ റെയില് വെച്ചിട്ട് വരാം. റെയില് ഇതൊക്കെ ഇച്ചിരി കൂടി അവിടെ വരെ എത്താൻ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഞാൻ കുറച്ച് അതിന് എടുക്കേണ്ടി ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് രണ്ട് ചാക്കാണ് എടുക്കേണ്ടത്. ഒരു ചാക്ക് ബാക്കിയുണ്ട്. ഞാൻ വെറുതെ ഇവിടെ വരെ വന്നിട്ടില്ല. എന്തായാലും എടുത്തിട്ട് രാത്രിയായി. പിന്നെ ഒരു കമ്പ്യൂട്ടർ ഞാൻ ബോർഡ് ഓഫ് ചെയ്യേണ്ടത് ബോർഡ് കണ്ട അന്ന് ഒരിക്കലും ഡിപെൻഡ് ചെയ്താണ് കിട്ടുന്നത്. അല്ല ഈ ഷീപ്പ് കൂടി ഉണ്ടായിരുന്നു. ഈ ഷീപ്പിന്റെ കൂടുതലും കിട്ടും. ഈ മൊത്തം ഷീപ്പിനെ ഞാൻ ഷെയർ ചെയ്താണ് കുപ്പിച്ച. പിന്നെ നമ്മുടെ വൂൾ ഫാമിലി ഷീപ്പ് വെച്ച് അങ്ങനെയാണ് ഇത്രയും കിട്ടിയത്. വൂള് കണ്ട കയ്യിലെ ഷീർ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചാണ് ഒപ്പിച്ചത്. ഇത്രയും കൂടിന്റെ ആവശ്യം 60 ഉണ്ടാക്കിയത് മതി. പക്ഷേ 60 ഇന്ത്യയിൽ ട്രാൻസ്പോർട്ട് 60 ഒപ്പിച്ച. പിന്നെ ഞാൻ അവിടത്തെ ഇവിടുത്തെ റെയിലൊന്ന് ക്രാഫ്റ്റ് ചെയ്തു. ഒരു 60 മതി തോന്നുന്നു. നോക്കട്ടെ, ഒന്ന് വെക്കട്ടെ. അങ്ങനെ തികഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ ആദ്യമേ തന്നെ കുറച്ചുകൂടെ റെയിൽവേസ് ഉണ്ടായിരുന്നു. അതും വെച്ച് ഇവിടെ കൂട്ടി വെച്ചിട്ട് പിന്നെ ഇടക്കൊന്ന് പവർ റെയിൽ വെച്ചെടുക്കാം. ഞാൻ വെച്ചെടുക്കട്ടെ ഗായ്സ്. ഇവിടെ കൂടി വെച്ചെടുക്കാം. എൻ്റെ ഇത്രയും പവറേ ഉള്ളൂ. ഞാൻ പോയിട്ട് ഇത്രയും ഗോൾഡ് കിട്ടുള്ളൂ. ആവശ്യമാണ് പവർ റെയിൽ വെച്ചാൽ. നമുക്ക് വില്ലേജർ അവിടെ ഉണ്ട്. ഇപ്പൊ വില്ലേജറെ ട്രാൻസ്പോർട്ട് ബേബി വില്ലേജർ വളർന്നത് ബോട്ട് ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോ ഗെയിം നിർത്തിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കളിക്കുകയാണ്. ഫോൺ ഭയങ്കര ചൂടായി. തൊട്ടൊക്കെ നല്ല ചൂട്. ഇപ്പൊ ചൂട് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ടൂൾസ് സ്മിത്ത് വില്ലേജർ സ്മിത്ത് ടേബിൾ ഉണ്ടാക്കണം. ഫർണസിന്റെ വേറെ അത് ആ വർക്ക് സ്റ്റേഷൻ കൂടി ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാൻ കാണണില്ല. കുറച്ച് ഉണ്ടാക്കാൻ ലോക്കായി. ഓക്കെ, ഒരു മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് സ്മിത്ത് ടേബിള്. നമുക്ക് ആ സംഭവത്തിന്റെ പേരെന്താ ആർമർ വർക്ക് ഫർണസിന്റെ അത് ഇത് വേണം. സ്മൂത്ത് സ്റ്റോൺ വേണം അല്ലേ ഗൈസ്? ഞാനിപ്പോ കൊബിൾ സ്റ്റോൺ വിളിക്കാച്ചുണ്ട് സ്മൂത്ത് സ്റ്റോൺ കിട്ടാൻ വേണ്ടി. അതൊക്കെ വെച്ചൊന്നും ഉണ്ടാക്കേണ്ടത്. രാത്രിയാണ്ട്. ഞാൻ രാത്രിയായിട്ട് പെട്ടെന്ന് കിടന്നില്ലെങ്കിൽ ആ വില്ലേജ് പെട്ടെന്ന് സോംബി അല്ലെങ്കിൽ ചിലപ്പോൾ ചത്തും. വില്ലേജർ സോംബി ചാൻസ് 50% ഉള്ളൂ. ഞാൻ നോർമലിട്ടാണ് കളിക്കുന്നത്.
എൻ്റെ അയൺഫാം നല്ലൊരു കൊള്ളാം. ഞാൻ അവിടെ നിന്ന് ബോളും വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അയൺഫാമിൻ്റെ അടുത്ത്. പിന്നെ അയൺ ബോളും ഫോണായ കുറെ നല്ല ഇതായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാറുണ്ട്, ഞാൻ നമ്മുടെ ട്രേഡിംഗ് ഹാളില്ലേ, ട്രേഡിംഗ് ഹാള് ഫ്ലോറൊക്കെ ബിൽഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോൺ ബ്രിക്ക് വെച്ച് ഞാൻ ഓഫ് ക്യാമറയിലൊക്കെ ചെയ്യണമായിരുന്നു. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു 114 ദിവസം. എന്തോ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ 103 ദിവസം എന്തോ ആണ് നിർത്തിച്ചിട്ട് 114ആയി. അത് ചെയ്യണമായിരുന്നു. ഇത്ര സ്മൂത്ത് സ്റ്റോൺ മതി തോന്നുന്നു ചേരാൻ. ഈ സ്റ്റോണിന് സ്മൂത്ത് സ്റ്റോൺ ആക്കണം. കോഴിമുട്ട കോഴിയുടെ അടുത്ത് അറിയാം കോഴിമുട്ട അത്ര എത്തൂല. രണ്ടെണ്ണോ ഇനിയും വേണമെന്നുള്ള സ്മൂത്ത് സ്റ്റോൺ ഒരു ഇതുണ്ടാക്കാം. ഉണ്ടാക്കിയില്ലേ? ഓക്കെ. വന്നു എന്താണ് ബ്ലാസ്റ്റ് പറഞ്ഞത് അയനുണ്ട്. ഓക്കെ പറഞ്ഞത് ഓക്കെ മതി. ഇത് കരിക്കണ്ട ഇതും കൂടി ഉണ്ടാക്കി. ഇതിപ്പോ ഒരെണ്ണം ഇരിക്കട്ടെ, ഒരെണ്ണം മതി. ഇനി നമുക്ക് അവിടെ വർക്ക് സ്റ്റേഷനും ബെഡും വെച്ചിട്ട് നമുക്ക് പിന്നെ ഇതാക്കാം. അവിടെ ഞാൻ അത് വെച്ചിട്ട് വരാം. ഡേറ്റും ഒരു 10 വെക്കട്ടെ. കാരണം വെച്ചാൽ എന്താ 8, 9, 10 കൂടി വെക്കണം. ബെഡിന്റെ പക്കത്ത് ബെഡൊക്കെയാണ്. ബെഡ് റോക്കിൽ ഇങ്ങനെ ചെയ്താണപ്പോൾ ഇനിയും ബെഡ് വേണം. ക്രാഫ്റ്റ് ചെയ്യട്ടെ. എടുക്കട്ടെ. ഇതിന്റെ അടിയിലാണ് പരിപാടി. ചവലെടുക്കാറുണ്ട്. എന്നിട്ട് അടിയിൽ ഇങ്ങനെ ബെഡ് വെച്ച് കൊടുക്കാം. ഇത് ഇനിയും ഇനിയും വില്ലേജിനെ കൊണ്ടുപോകില്ല. അപ്പൊ ഈ ബെഡിലോട്ട് ലിങ്കാവും. പിന്നെ വർക്ക് സ്റ്റേഷൻ കൂടി എടുത്താൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ വില്ലേജറെ ഇപ്പം കൊണ്ടുവരട്ടെ. വർക്ക് സ്റ്റേഷൻ വർക്ക് സ്റ്റേഷൻ കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമുള്ള ഈ വില്ലേജറും കോഴിന്ന് വന്നിട്ട് എനിക്ക് ഈ ബോട്ടിൽ കയറിക്കൊണ്ട് മതി. അവിടെ ഇക്കട്ടെ. ഇവിടെ ഒരു ഇവിടെയും കൂടി പവറിന് ഇവിടെയും കൂടി ഓക്കെ. ഇത് ഈ പവർ ഏത് കുറിച്ചിട്ടാകും പവർ ഇതാണ് പ്രശ്നം. വില്ലേജർ ഇതായിട്ടുണ്ട്. തിരിച്ചു പോകുന്നതാണ്. ഓക്കെ. പിന്നെ ആ വില്ലേജർ തിരിച്ചെടുക്കട്ടെ. അവിടെ പവർ ഏരിയ എന്തായാലും വേണം. ഇത് പോരാ. അകട്ടുന്നുണ്ടാവട്ടെ. ഇനി ബെഡിലോട്ട് കാര്യം വില്ലേജർ ഇത് പൊട്ടിക്കാം. ഇനി വരില്ല. കുറച്ചാൽ ട്രാപ്പ് ഡോർ ഉണ്ട്. നമുക്ക് വെച്ച് നോക്കട്ടെ. പണിയെടുക്കണ്ടത് പണിയെടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ഫസ്റ്റ് ട്രേഡ് ചെയ്യണ വില്ലേജ് ട്രേഡിങ് ഹാളിൽ ഫസ്റ്റ് വില്ലേജാണ് പോകുന്നത്. കോള് കൊടുക്കണം. കോള് എന്തെങ്കിലും ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡ് ഉണ്ട്. പക്ഷേ ഇച്ചിരി കൂടി കൊടുക്കണം. കോളൊക്കെ ഇച്ചിട്ട് പിന്നെ ചെയ്യാൻ. അപ്പൊ ഇവിടെയും കൂടി കുറച്ച് വില്ലേജ് ചെയ്യാണ്ട് അത് ഈ വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ തോന്നാതെ കാണിച്ചാൽ കുറെ സമയം ബെഡ്റൊക്കെ ആണെങ്കിൽ നല്ല പണിയായിരിക്കും. ബെഡ് വെച്ചിട്ടുണ്ട്.
ഇച്ചിരി പണിയാണ്. അപ്പോൾ ഞാനത് ഈ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ 10 വില്ലേജ് സെറ്റാക്കി വെക്കാം. പിന്നെ പറ്റുമെങ്കിൽ മറ്റേ നമ്മളെ ഈ ബ്ലാസ്റ്റ് ഫർണസ് ഒരു 5 അല്ല, അതൊക്കെ നമുക്ക് ചെയ്യാം. ബ്ലാസ്റ്റ് ഫർണസ് വെച്ച് അതൊക്കെ ചെയ്യാം. ഈ വില്ലേജറിൽ ഈ വീഡിയോ തന്നെ എല്ലാ വില്ലേജറും സെറ്റാക്കാന്നുള്ളത്. ഇന്നത്തെ വീഡിയോ എടുത്തുള്ള അവസാനിക്കുന്നത്. നമ്മളിനി ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ കാണിക്കും. എല്ലാവർക്കും ബൈ.